ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആരാ വന്നിരിക്കുന്നത്? ആ പയ്യന് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി, പഠിക്കാൻ മടുക്കണ. പക്ഷെ വീട്ടിൽ വലിയ കഷ്ടാ. വല്യമ്പുരം അയച്ചതാ. പക്ഷെ നമുക്കെങ്ങനെ സഹായിക്കാൻ പറ്റുക? ഇപ്പൊ തന്നെ ഒരുപാട് പൈസ ഇങ്ങനെ ചെലവാക്കുന്നുണ്ട്. നമ്മുടെ അവസ്ഥ പറഞ്ഞപ്പോൾ തമ്പുരാൻ തന്നെ പറഞ്ഞ് സഹായിക്കണ്ടാന്ന് പറഞ്ഞു വിട്ടേക്കട്ടെ സാർ. വേണ്ട, അച്ഛൻ അയച്ചല്ലേ. വൈകിട്ട് ബംഗ്ലാവിൽ വന്ന് എന്നെ ഒന്ന് കാണാൻ പറ. ശരി സാർ. ആരാത്? ചോദിച്ചു കേട്ടില്ലേ? നമസ്കാരം സാർ. ഞാൻ സഹായിക്കുന്ന കാര്യം ആരോടും പറയണ്ട. പ്രവീൺ സാറിനെ ദൈവം അനുഗ്രഹിക്കും. അത്രയ്ക്ക് വലിയ ദയവാ ഞങ്ങളോട് കാണിക്കുന്നത്. ശരി, പോയിട്ട് വരും. ഹലോ ഏട്ടാ, ഇത് ഞാനാ. ഏട്ടൻ അത്യാവശ്യമായിട്ട് കൊട്ടാരം വരെ ഒന്ന് വരണം. സോറി പ്രീതു, ഇവിടെ എസ്റ്റേറ്റിൽ ഒരു 100 കൂട്ടം കാര്യങ്ങൾ കിടക്കുക. വന്നിട്ട് വേണേ പെട്ടെന്ന് പോയിക്കോ. പക്ഷെ എനിക്ക് നേട്ടന് കണ്ടേ പറ്റൂ. ശരി, നോക്കട്ടെ. താങ്ക് യു ഏട്ടാ. ഇങ്ങനൊരു സാധനം ഞാനും ആദ്യമായിട്ട് കാണുക. ഇത് അയാളുടെ കയ്യിൽ നിന്ന് വീണാന്ന് ഏട്ടനെന്താ ഇത്ര ഉറപ്പ്? അല്ലാണ്ട് ഇങ്ങനൊരു വസ്തു അവിടെ വരില്ല. മാത്രമല്ല, അവൻ ഇനിയും വരും. അതും എനിക്ക് ഉറപ്പാ. അത് പോട്ടെ, നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞു? അത് അച്ഛൻ ഇന്നലെ ഒരു കാര്യം സംസാരിച്ചു. കിഷോറുമായിട്ടുള്ള എന്റെ വിവാഹ കാര്യം. ആ, ഇതിനായിരുന്നു നീ എന്നെ വിളിച്ചു വരുത്തിയത്? അതൊക്കെ നേരത്തെ നിശ്ചയിച്ച കാര്യങ്ങളല്ലേ. ഹൈദരാബാദിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് കിഷോർ വരാൻ കാത്തിരിക്കുക ഇവിടെ എല്ലാവരും, നിങ്ങളുടെ കല്യാണം നടത്താൻ. അതറിയാവുന്നതുകൊണ്ടാ ഏട്ടനോട് ഞാൻ വരാൻ പറഞ്ഞ്. കിഷോറിനെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ട്. നീ എന്താ പറഞ്ഞ? പ്ലീസ് ഏട്ടാ, ഏട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഈ കാര്യത്തിൽ എനിക്കെന്നല്ല ആർക്കും നിന്നെ സഹായിക്കാൻ പറ്റില്ല. കാരണം നീ ഒരു സാധാരണ പെൺകുട്ടിയല്ല. ഈ കൊട്ടാരത്തിലെ രാജകുമാരിയാണ്, ദി റോയൽ പ്രിൻസസ്. നിന്നെ ആര് കല്യാണം കഴിക്കണം തീരുമാനിക്കുന്നത് നീയോ ഞാനോ അല്ല. അതിന് നൂറ്റാണ്ടുകളായി തെറ്റിക്കാത്ത മുറയും കീഴ്വഴക്കവുമുണ്ട്. അതനുസരിച്ച് നീ കിഷോറിന് വിവാഹം ചെയ്തേ പറ്റൂ. അതിന് കൊട്ടാരത്തിലെ മുറയും കീഴ്വഴക്കും തെറ്റിക്കണമെന്ന് ആരെ പറഞ്ഞേ? മുറപ്രകാരം എന്റെ മേൽ അവകാശമുള്ള ആളെ തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ആരെ? വിവേകിനെയാണോ നീ ഉദ്ദേശിക്കുന്നത്? എന്താ, വിവേക് എന്റെ മുറച്ചെറുക്കനല്ലേ? അതുകൊണ്ട് മാത്രം ഇല്ല ആയോ. പണ്ട് ഈ കൊട്ടാരത്തിലെ മുറയും കീഴ്വഴക്കവും തെറ്റിച്ച് ഒരു താഴ്ന്ന ജാതിക്കാരനെ കല്യാണം കഴിച്ചതാ വിവേകിന്റെ അമ്മ. അന്നേ അവനും അവന്റെ അമ്മയ്ക്കും ഈ കൊട്ടാരത്തിലെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ടതാ. എന്നിട്ടും ആ പെങ്ങളോട് പൊറുക്കാൻ തയ്യാറായത് നമ്മുടെ അച്ഛന്റെ വലിയ മനസ്സ്. ആ ഔദാര്യം പറ്റി വളർന്നവൻ ഇപ്പൊ നിന്റെ മേൽ അവകാശം ഉന്നയിക്കാന്ന് വെച്ചാ അതവൻ നമ്മുടെ അച്ഛനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാ. കഷ്ടം, എന്റെ ഏട്ടൻ ഇത്ര പഴഞ്ചനായി പോയല്ലോ. ബന്ധം കൊണ്ട് വിവേകും കിഷോറും നമുക്ക് ഒരുപോലെയല്ലേ? രണ്ടുപേരും എന്റെ മുറച്ചെറുക്കന്മാരുവാ. പക്ഷേ ഞാൻ ഇഷ്ടപ്പെട്ടു പോയത് വിവേകിനെയാ. അങ്ങനെ ഇഷ്ടപ്പെടാൻ മാത്രം എന്തും എടുക്കാവനുള്ളത്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇന്ന് വരെ അവന് കിഷോറിന്റെ ഒപ്പം എത്താൻ കഴിയുന്നുണ്ടോ?
ഏത് കാര്യത്തിലെ പിന്നിലായിട്ടുള്ളത്? കിഷോറിനെ പോലെ തന്നെ വിവേകം IPS എടുത്തില്ലേ? ആ കഥയൊന്നും പറയണ്ട. IPS ട്രെയിനിങ്ങിൽ അവൻ വെറും 7ാം കൂലിയാ. കിഷോറ് ഗോൾഡ് മെഡലിസ്റ്റും. അതൊക്കെ പോട്ടെ. ചെറുപ്പം മുതലേ നീ കിഷോറിനുള്ളതാണെന്ന് പറഞ്ഞു മോഹിപ്പിച്ചിട്ട് ഇനി മറിച്ച് പറയുമ്പോൾ അവന്റെ വേദന എന്തായിരിക്കും? അപ്പൊ എന്റെ വേദനയോ? കുഞ്ഞുനാള് മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന ഒരാളെ നഷ്ടപ്പെടുമ്പോ ഉണ്ടാവുന്ന വേദന ഞാൻ ആരോടെ പറയണ്ടേ? എന്റെ ഏട്ടനോടും അച്ഛനോടും അല്ലാണ്ട്. കുഞ്ഞുനാളിലെ ഏട്ടനും കിഷോറൊക്കെ കളിക്കുമ്പോ പോലും കൂടെ കൂട്ടുവരുന്നു വിവേകിനെ. അന്നൊക്കെ പാവം മാറിയിരുന്ന് കരയുമ്പോ സങ്കടം കൊണ്ട് ഞാനും കൂടെ പോയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അന്ന് മുതലുള്ള എന്റെ വാശിയായിരുന്നു വിവേക് ആരുടെ മുന്നിലും തോൽക്കരുതെന്ന്. വിവേകിന് ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ നിർബന്ധിച്ചിട്ട വിവേക് IPS എടുത്തത്. കാരണം എന്റെ വിവേക് കിഷോറിന്റെ നല്ല ആരുടെ മുന്നിലും ചെറുതാകാൻ പാടില്ല. ഇനി ഏട്ടൻ തന്നെ പറ, കൊട്ടാരത്തിലെ കീഴ്വഴക്കങ്ങളാണോ അതോ എന്റെ സന്തോഷമാണോ ഏട്ടന് വലുതെന്ന്? എനിക്കറിയില്ല കുട്ടി, നിന്നെ എങ്ങനെ സഹായിക്കാൻ പറ്റിയെന്ന്. പക്ഷേ നീ ഒന്ന് ഓർത്തോ, ഏട്ടൻ എപ്പോഴും വലുത് നിന്റെ സന്തോഷം തന്നെയാ. തൽക്കാലം ഇത് അച്ഛനും കൊട്ടാരത്തിൽ ആരും അറിയണ്ട.